മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഈ പണി നിങ്ങൾ ചെയ്യത്തില്ല. എടാ, ഈ പട്ടികളൊന്നും ഇവിടെ സർവൈവ് ചെയ്യൂല. നമ്മുടെ നാടൻ പട്ടികളെ പോലല്ല. ഇതൊന്നും നമ്മളെ ചെറുപ്പത്തെ വളർത്തി വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും റോഡിൽ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 ദിവസം മുമ്പ് നമ്മുടെ ചങ്ങനാശ്ശേരി പറാറിൻ്റെ ഉള്ളിൽ ഒരു കാറിൽ വന്നൊരു പട്ടിനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. ഈ കാശുള്ളവന്മാർ ഇതുപോലെ ബ്രീഡിനെ വാങ്ങിക്കും. ഇതുപോലെ നല്ല ബ്രീഡിനെ വാങ്ങിച്ച് വളർത്തിയിട്ട് അതിൻ്റെ ആയുസിൻ്റെ പകുതി കാലം അവരുടെ വീടിന് കാവലെടുത്തും. അത് അതിനോട് പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക്, പ്രായമാകുമ്പോഴത്തേക്ക് അതിനെ കൊണ്ട് വൈകിട്ട് ഇറക്കി വിടും. കഷ്ടപ്പെടി നിന്നെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാശുള്ളവരുടെ റിക്വസ്റ്റാണ്, ഇതുപോലൊരു വീടിനെ അല്ലെങ്കിൽ ഇതുപോലത്തെ കാശ് കൊടുത്ത് പട്ടിനെ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ മരണം വരെ പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങിയേക്കില്ല. ഉള്ള കാര്യം പറയാം. എടാ, ഈ ഡോഗ്സിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് ആളില്ലാണ്ടല്ല. നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടത്തിന് ഒരുപാട് റെസ്ക്യൂ ടീംസ് ഉണ്ട്. പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റി കൂടുതലാണ് അവിടെ. കാരണം ഇതുപോലെ ആഴ്ചയിലാണ് ഡെയിലി ആഴ്ച ഓരോ ഡോഗ്സിനെ കൊണ്ട് വൈകിട്ട് ഇറങ്ങി വിടുക. ഇതെല്ലാം റെസ്ക്യൂ അവർക്കിപ്പോൾ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡോഗിനെ അതിൻ്റെ മരണം വരെ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിക്കുക. അതല്ലാതെ ഇമ്മാതിരി പണി കാണിക്കാൻ നിൽക്കരുത്.